ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലുസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ് വഉസീകും ഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഗ്ഫിറത്തിൻ്റെ പത്തിലൂടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി നരകമോചനം സാധ്യമാകുന്ന നോമ്പുകാരിൽ നമ്മയും അഹിലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഞാനിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഏറെ പ്രയാസങ്ങൾ നൽകുന്ന ഒരു ജീവിത സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ, സ്നേഹങ്ങൾ കേവലം പ്രകടനമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി, പ്രവൃത്തിപഥത്തിൽ അല്പം പോലും അതില്ലാത്ത വിധം നമ്മുടെയൊക്കെ വീടുകൾ, ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകടമായി നമുക്കത് തോന്നുന്നില്ല എങ്കിലും പലപ്പോഴും വീടിൻ്റെ അകത്തളങ്ങൾ അത്തരം പ്രയാസങ്ങളുടെ ദുരന്ത ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ, സന്താനങ്ങൾ, പേരക്കിടാങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, ഇങ്ങനെ വീടുകളിലുണ്ടാകുന്ന ഒരുപാട് ബന്ധങ്ങളാണ്. ഒരു വീട്ടിൽ സ്വാഭാവികമായും ഒരു വീടുമായി ബന്ധപ്പെട്ട കുറേ ബന്ധങ്ങൾ. ആ വീട് ഒരു സന്തോഷം നിലനിൽക്കുന്ന ഒരു ഭവനമാകണമെങ്കിൽ എന്ത് വേണം? എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരും ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. വീടൊരിക്കലും ഒരു സ്വർഗസമാനം എന്നതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഒരിക്കലും സ്വർഗത്തിന് സമാനമായി എന്ന് പറയാൻ കഴിയില്ല. അതൊരിക്കലും ഒരു അർത്ഥമുള്ള വാക്യമേ അല്ല. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ വീടുകൾ പരസ്പരമുള്ള സ്നേഹത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ ആ വീടിൽ സമാധാനം നിലനിൽക്കൂ. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇത് കഴിയാതെ പോകുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പ്രധാനമായ 2-3 കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മാതാപിതാക്കൾ അവരവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അവരുടെ ഇടപെടലുകളെക്കുറിച്ചും പലപ്പോഴും അറിവില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവസരമില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലാക്കാത്തതിൻ്റെ പേരിലോ പലപ്പോഴും ഒരു നല്ല ഉപ്പയാകാൻ, ഒരു നല്ല ഉമ്മയാകാൻ, ഒരു നല്ല അച്ഛനാകാൻ, ഒരു അമ്മയാകാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. അതേ പ്രകാരം നമ്മുടെ മക്കളാണെങ്കിലോ, ആ മക്കളെ സംബന്ധിച്ചും ഞാൻ എൻ്റെ പിതാവിൻ്റെ
ഞാൻ എൻ്റെ മാതാവിൻ്റെ സ്നേഹത്തിൽ, അവരുടെ കരുതലിൻ്റെ ഭാഗമായി അവർ നിഷ്കർഷിക്കുന്ന ജീവിതത്തിൻ്റെ മനോഹാരിത ഉൾക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ നല്ല ഒരു ജീവിതം സാധ്യമാകൂ, നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകും എന്ന ചിന്താധാരകളിൽ നിന്ന് അവർ അറിഞ്ഞോ അറിയാതെയോ പിറകോട്ട് പോകുന്നു. മൂന്നാമത്തെ ഒരു കാരണം പ്രധാനമായി നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇന്നത്തെ ഈ ഒരു ഭൗതിക സംവിധാനങ്ങൾ, അത് നമ്മൾ കൂടിച്ചേർക്കാനോ നമ്മളൊന്ന് അടുത്തിരുത്താനോ പരസ്പരം സംസാരിക്കാനോ കഴിയാത്ത വിധം നമ്മുടെ മാനസികമായി ഒരുപാട് അകറ്റുന്നു. ഈ 2-3 കാരണങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നൊരു പിതാവിൻ്റെ റോള്, ഒരു ഉമ്മയുടെ റോള്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ കൃത്യമായി പറയുന്നുണ്ട്, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്വം ജന്മം നൽകിയത് കൊണ്ടോ മുലപ്പാൽ നൽകിയത് കൊണ്ടോ വസ്ത്രം നൽകുന്നത് കൊണ്ടോ ഭക്ഷണം നൽകുന്നത് കൊണ്ടോ വസിക്കാനുള്ള ഇടം നൽകുന്നത് കൊണ്ടോ അവസാനിക്കുന്നില്ല. സദാചാര മൂല്യമുള്ള, ധാർമ്മിക ബോധമുള്ള, മാനവികതയുടെ ആ സത്ത ഉൾക്കൊള്ളുന്ന വിധം അവനെ രൂപപ്പെടുത്തുമ്പോഴാണ് അത് സാധ്യമാകൂ എന്ന് കൃത്യമായി പ്രവാചക അധ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു സാഹചര്യം നമ്മളിന്ന് പരിശോധിച്ചാൽ, ഒന്ന് അവരോട് എന്തിനെ തൊട്ടാണോ നിരുത്സാഹപ്പെടുത്തേണ്ടത്, ഏതൊരു തെറ്റുകൾക്കെതിരെയാണോ ആ മക്കളെ തടഞ്ഞു നിർത്തേണ്ടത്, അത് കൃത്യമായി പറയാൻ കഴിയാത്ത അത്രമാത്രം അതിൻ്റെ ഭാഗമായി പറയേണ്ട ആളുകൾ മാറുന്നു എന്നതാണ് പല രക്ഷിതാക്കളെയും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എന്നെ ശ്രമിക്കുന്ന, ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നൊരിക്കലും തോന്നാത്ത വിധം കാര്യങ്ങൾ ഉൾക്കൊള്ളണം. സമൂഹത്തിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങളിലേക്കുള്ള കേവലം ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. വളരെ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് സന്താനങ്ങളിലൂടെ സ്രഷ്ടാവ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ അമാനത്താണ്, ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു സമ്പത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ. അത് ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ വളരെ ചെറുപ്പം മുതലേ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ മക്കളോടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നേരിൻ്റെ വഴിത്താരയിലൂടെ തെറ്റില്ലാതെ, കുറ്റങ്ങളില്ലാതെ, അനാശാസ അനാചാര അശ്ലീല പ്രവർത്തനങ്ങളില്ലാതെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൂടെ പോകാതെ ഒരു സമൂഹമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും. ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാകണം. ഞാനിവിടെ ഓർക്കുന്നൊരു കാര്യം, പുണ്യ റസൂൽ പറഞ്ഞൊരു വാക്യമുണ്ട്, മോഷ്ടിച്ചത് എൻ്റെ മോള് ഫാത്തിമയാണെങ്കിലും വല്ല ഒക്കത്തി എണ്ണേതഹ, അവളുടെ കൈ നിശ്ചയം ഞാൻ വെട്ടിക്കളയും. ഇത് വല്ലാത്തൊരു സന്ദേശമാണ്. കാരണം പ്രവാചകനും ഫാത്തിമ ബീവിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തൊരു പിതാവിൻ്റെയും ഒരു മോളുടെയും ജീവിത രീതിയാണ്. വല്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് അവരുടെ ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ഓർത്ത് നോക്കൂ, തൻ്റെ മോളെ കല്യാണം കഴിച്ച് ഫാത്തിമ മറ്റൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും വീടുകൾ പരിശുദ്ധ പ്രവാചകന് ഫാത്തിമയെ നോക്കിയാൽ കാണാവുന്ന വിധം അവരുടെ കുടിലിൽ ഒരു ജനവാല് പോലെ, കിളിവാതിൽ പോലെ രൂപപ്പെടുത്തിയിരുന്നു. അതുപ്രകാരം ഫാത്തിമ ബീവിയും തൻ്റെ ഉപ്പയെ നോക്കിയാൽ കാണാൻ കഴിയും വിധം നേരം ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് പാളി നോക്കും, മോളെ കാണില്ലേ. ആ സമയം മോളും ഉപ്പയെ കാണാൻ വേണ്ടി അവിടെ വന്നു നിൽക്കും. പ്രഭാതമായാലും ആദ്യം അത് കാണണം.
വല്ലാത്തൊരു സ്നേഹം. മോൾക്ക് ഉപ്പയോടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സ്നേഹിച്ച ഫാത്തിമയെക്കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞതാ, മോഷ്ടിച്ചത് എൻ്റെ മോള് ഫാത്തിമയാണെങ്കിൽ പോലും അങ്ങനെ വന്നാൽ അവിടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അവളുടെ കൈ ഞാൻ വെട്ടിക്കളയുക തന്നെ ചെയ്യും. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചതിൻ്റെ രൂപം ഞാനിവിടെ പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. സ്നേഹം വേണം, ചേർത്ത് നിർത്തണം. മകളെ പരസ്പരം ചേർത്ത് നിർത്തുമ്പോഴാണ് ഇന്ന് പരസ്പരം ഭയാശങ്കയോട് കൂടെ മക്കളും മാതാപിതാക്കളും തമ്മിൽ ജീവിക്കേണ്ടി വരുന്നു. ഒരു നിമിഷം ചില പിതാക്കളെങ്കിലും മൃഗങ്ങളായി മാറുന്നു. മൃഗങ്ങളല്ല, അതിനേക്കാൾ അധപ്പതിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ജന്മം നൽകിയ മോളാണ് മുന്നിൽ എന്ന ധാരണ പോലും ഇല്ലാത്ത വിധം വളരെ ക്രൂരമായ പൈശാചിക രൂപം പ്രാപിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് അവൻ എത്തുന്നു. പ്രിയപ്പെട്ട അമ്മമാർക്ക്, ഉമ്മമാർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയാത്ത വിധം ഭയത്തോടെ മകനെ കാണേണ്ടി വരുന്നു. ഇത്തരം ഘട്ടങ്ങളൊക്കെ ആദ്യകാലങ്ങളിലെ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഓരോ ആളുകളും ഉത്തരവാദിത്വം നിർവഹിക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിലൂടെ ആദ്യം തൻ്റെ മകളെക്കുറിച്ച്, മകനെക്കുറിച്ച് ദൈവം നൽകിയ ആ ഒരു സമ്മാനമാണെന്ന തിരിച്ചറിവുണ്ടാവുകയും തെറ്റിലേക്ക് പോകുമ്പോൾ അവനെ അതിൽ നിന്ന് കൊണ്ടുവരാൻ ഹസൻ റളിയല്ലാഹു അൻഹുമ സക്കാത്തിന് വേണ്ടി സ്വരൂപിക്കപ്പെട്ട ഈത്തപ്പഴത്തിൽ നിന്ന് എടുത്ത് വായിലിക്കിട്ടപ്പോൾ മുഖൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് തുപ്പാൻ ആവശ്യപ്പെടുകയും വിരൽ വായിലേക്കിട്ട് അത് നിഷിദ്ധമാണ്, പൊതുമുതലാണ്, പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്ത പ്രവാചകൻ പുത്രിയെയും പൗത്രന്മാരെയും എങ്ങനെ വളർത്തി ചെറുപ്പത്തിൽ എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ. അങ്ങനെ മാതാവും പിതാവും ഉത്തരവാദിത്വം നിർവഹിക്കണം. കാര്യങ്ങൾ കാണുമ്പോൾ ശകാരിക്കേണ്ട സ്ഥലത്ത് അവരെ ശകാരിക്കണം, ചേർത്ത് പിടിക്കേണ്ടതിൽ അവർ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കാതെ വരുമ്പോൾ മോളെ, തൻ്റെ പ്രിയപ്പെട്ട, താൻ ജന്മം നൽകിയ, താൻ പോറ്റി വളർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അവൾക്ക് തോന്നണം എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ അങ്ങേയറ്റം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കാര്യത്തിൽ അവർക്ക് അതീവ ശ്രദ്ധയുണ്ട് എന്ന് മാത്രമല്ല, ആ സ്നേഹപ്രകടനം കേവലം ശകാരത്തിൻ്റെ പേരിലോ കുറ്റപ്പെടുത്തലുകളുടെ പേരിലോ മാത്രമാകാതെ, അതല്ലെങ്കിൽ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന രീതിയിലുമാകാതെ, രണ്ടിൻ്റെയും ഇടയിൽ അവളെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് കുറ്റങ്ങൾ കാണുമ്പോൾ മാന്യമായി അതിൻ്റെ ദുരന്ത അവസ്ഥകളെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് എന്നുള്ള കാട്ടാളന്മാരുടെ റോളിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആകാശലോകത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ കൗമാരത്തിൻ്റെ ആ മധുനുകരാൻ, അവരെ നശിപ്പിക്കാൻ, അവരെ ചണ്ടികളാക്കാൻ കഴുകക്കണ്ണോടെ വട്ടമിട്ട് പറക്കുന്ന കാപാലികന്മാരെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചു പറയാനുള്ള ഒരു സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് അവസരം നൽകി. ഒരു ഉമ്മ അങ്ങനെ ആയിരിക്കണം, മകളുടെ ഉമ്മയായിരിക്കണം, മകളുടെ കൂട്ടുകാരിയാകണം. ഒരു ഉപ്പ അങ്ങനെയായിരിക്കണം, മകൻ്റെ ഉപ്പയായിരിക്കണം, അവൻ്റെ കൂട്ടുകാരനാകണം. ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നോക്കൂ, സമ്പത്തിനേക്കാൾ വലിയ സമ്പത്ത് നമ്മുടെ സന്താനങ്ങളാണ്. അതേപ്രകാരം നമ്മുടെ മക്കളെ സംബന്ധിച്ചും മക്കൾക്കും ആ ഒരു ബോധ്യമുണ്ടായി. അങ്ങനെ ജീവിതത്തിലേക്ക് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിശാചുകൾക്കും ഇടപെടാൻ അവസരമുണ്ടാകില്ല. അതല്ലെങ്കിൽ നമ്മൾ നൽകേണ്ട സ്നേഹം നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വ്യാജ സ്നേഹങ്ങൾ ഒരുപാട് പുറം ലോകങ്ങളിലുണ്ട്. നമ്മുടെ മൊബൈലുകൾ അതിൻ്റെ വിപണന കേന്ദ്രങ്ങളാണ്. ഈ വ്യാജ സ്നേഹക്കാരുടെ, വ്യാജ ഇടപെടലുകാരുടെ അതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്ത് കൂടെ തന്നെ മൊബൈലുകളും സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുരന്തങ്ങളെയൊക്കെ നമ്മളവരെ ബോധവൽക്കരിച്ചെങ്കിലേ ഇനി ഒരഫാൻ ഇവിടെ ഉണ്ടാകാതിരിക്കും. അങ്ങനെ വരുമ്പോഴേ ഇനിയൊരു ഉമ്മയുടെ കഴുത്തറുക്കുന്ന വാർത്ത നമ്മൾ വായിക്കപ്പെടാതെ പോകാൻ കഴിയും.
അതല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. ഓർക്കുക കൂട്ടുകാരെ, സഹോദരങ്ങളെ, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം തോന്നുന്ന പോലെ ആസ്വദിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നേ ഉള്ളൂ. ആ ജീവിതം വേണ്ടുവോളം കുടുംബാംഗങ്ങളുമായി സ്നേഹത്തോടെ പങ്കിടും. അതിലൂടെ നല്ല ഒരു മനുഷ്യത്വം രൂപപ്പെടുത്തും. ആ മനുഷ്യത്വം വളർന്നു വരുന്ന തലമുറകളിലേക്കും പങ്കുവെക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ആരോ നമ്മുടെ കേരളത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞതിൻ്റെ ആ പറഞ്ഞ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുണ്ടാകേണ്ടത്. അതല്ലാതെ ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരിടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ, വിശേഷിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ നമ്മൾ എത്തിക്കരുത്. ചേർന്ന് നിന്നും ചേർത്തിപ്പിടിച്ചും നമ്മുടെ ജീവിതം സമ്പന്നമാക്കാനുള്ള ശക്തമായ ഇടപെടലുകൾ അതിന് സൃഷ്ടാവ് നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.